ആൽഗോസിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ക്ലയൻറ്റ് സർവർ ആർക്കിടെക്ചർ എന്താണെന്നായിരിക്കും കാണുക. ആദ്യമേ നമുക്ക് എന്താണ് ഒരു ക്ലയൻറ്റ് എന്ന് നോക്കാം. ഒരു സിസ്റ്റം ദാറ്റ് റിക്വസ്റ്റ് ഫോർ എ റിസോഴ്സ്, അതിനെയാണ് നമ്മൾ ക്ലയൻറ്റ് എന്ന് പറയുന്നത്. റിസോഴ്സ് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ നമ്മൾ ക്ലയൻറ്റ് എന്ന് പറയും. സർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഈ റിക്വസ്റ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നു, എന്നിട്ട് ഒരു റെസ്പോൺസ് റിട്ടേൺ ചെയ്യുന്നു. അങ്ങനെ ഒരു സിസ്റ്റത്തെ നമ്മൾ സർവർ എന്ന് പറയും. ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യും ഒരു റിസോഴ്സ് സർവറിൽ നിന്ന്. സർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഈ റിക്വസ്റ്റിനോട് റെസ്പോണ്ട് ചെയ്യും, എന്നിട്ട് ഒരു റെസ്പോൺസ് റിട്ടേൺ ചെയ്യും. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ ബ്രൗസറിൽ ഒരു URL ടൈപ്പ് ചെയ്തു. അന്നേരം എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ ബ്രൗസർ ആ വെബ് പേജിന് കറസ്പോണ്ടിങ് ആയ IP അഡ്രസ്സിലുള്ള സർവറിലോട്ട് റിക്വസ്റ്റ് മേക്ക് ചെയ്യും ആ വെബ് പേജ് റിട്ടേൺ ചെയ്യാനായിട്ട്. അന്നേരം സർവർ ആ വെബ് പേജ് ബ്രൗസറിലോട്ട് റിട്ടേൺ ചെയ്യും. നമ്മൾ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ ബ്രൗസർ സർവറിലോട്ട് ആ വെബ് പേജ് റിക്വസ്റ്റ് ചെയ്യും, സർവർ ആ വെബ് പേജിനെ റിട്ടേൺ ചെയ്യും. ഇവിടുത്തെ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ആ വെബ് പേജാണ്. ക്ലയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ദാറ്റ് റിക്വസ്റ്റ് ഫോർ എ റിസോഴ്സ്. ഇവിടെ ബ്രൗസറാണ്. ആ റിക്വസ്റ്റിന് റെസ്പോണ്ട് ചെയ്യുന്ന ആളെ നമ്മൾ സർവർ എന്ന് വിളിക്കും. നമ്മൾ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ സർവറിലോട്ട് റിക്വസ്റ്റ് മേക്ക് ചെയ്യും, സർവർ ഒരു റെസ്പോൺസ് റിട്ടേൺ ചെയ്യും. ഒരു വെബ്സൈറ്റ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ആക്സസ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഡയഗ്രാം വരിക. മൾട്ടിപ്പിൾ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ബ്രൗസേഴ്സ്, അവരെല്ലാം ക്ലയൻറ്റ്സ് ആണ്. ഈ ക്ലയൻറ്റ്സ് എല്ലാം സർവറിനോട് വെബ് പേജ് റിക്വസ്റ്റ് ചെയ്യുന്നു, സർവർ വെബ് പേജ് റിട്ടേൺ ചെയ്യുന്നു. നമുക്ക് കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലയൻറ്റ് സർവർ ആർക്കിടെക്ചർ നോക്കാം. 2 ടയർ ആർക്കിടെക്ചർ, ഇതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കേസ്. ഇവിടെ ഒരു ക്ലയൻ്റ് ഉണ്ട്. ഈ ക്ലയൻറ്റ് സർവറിൽ നിന്ന് റിസോഴ്സ് റിക്വസ്റ്റ് ചെയ്യുന്നു, സർവർ ആ റിസോഴ്സിനെ റിട്ടേൺ ചെയ്യുന്നു. ഇവിടെ സർവറിൻ്റെ സൈഡിൽ ലോജിക്കും ഡേറ്റാബേസ് ഓപ്പറേഷൻസും ഉണ്ടായിരിക്കും. ഇവിടെ മെയിൻലി സംഭവിക്കുക, നമ്മളൊരു ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റം എടുത്ത് നോക്കുക. അന്നേരം നമുക്കറിയണം ഏതൊക്കെ സ്റ്റുഡൻസ് ലൈബ്രറി ബുക്ക് റിട്ടേൺ ചെയ്തില്ലെന്ന്. അന്നേരം ആ ലോജിക്ക് സർവറിലായിരിക്കും ഉണ്ടായിരിക്കുക. ആ ലോജിക്കിനെ ബേസ് ചെയ്തിട്ട് ഡേറ്റാബേസിൽ നിന്ന് ഈ സർവർ ആക്സസ് ചെയ്യും. എന്നിട്ട് ആ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് സർവർ റിട്ടേൺ ചെയ്യും. ഇവിടെ ക്ലയൻറ്റ് പ്രസൻറ്റേഷൻ ലെയറാണ്. സർവറിലാണ് നമ്മുടെ ഡേറ്റാബേസിൻ്റെ ആക്സസും ലോജിക്കും ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് അത് ഡേറ്റ ലെയറാണ്. കമ്മിങ് ടു 3 ടയർ ആർക്കിടെക്ചർ. നേരത്തെ എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? ഒരു സർവർ ഉണ്ടായിരുന്നു. ആ സർവറിലായിരുന്നു ഡേറ്റാബേസിൻ്റെ ആക്സസും പിന്നെ ലോജിക്കും ഇരുന്നിരുന്നത്. ഈ ഒരു കേസിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് 2 സർവേഴ്സ് ഉണ്ട്. ആപ്ലിക്കേഷൻ സർവറും ഉണ്ട്, ഡേറ്റാബേസ് സർവറും ഉണ്ട്. ആപ്ലിക്കേഷൻ സർവറിൽ ലോജിക് ഇരിക്കും. ഡേറ്റാബേസ് സർവർ ഡേറ്റാബേസ് ആക്സസ് ചെയ്തിട്ട് വേണ്ട ഡേറ്റയെ റിട്ടേൺ ചെയ്യും. ഇവിടുന്ന് ഒരു റിക്വസ്റ്റ് പോയി കഴിഞ്ഞാൽ ആ റിക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ലോജിക് ആപ്ലിക്കേഷൻ സർവറിൽ ഉണ്ടായിരിക്കും. ഡേറ്റ വേണമെങ്കിൽ ഡേറ്റാബേസ് സർവറിനോട് ചോദിക്കും, എന്നിട്ട് ഡേറ്റാബേസ് സർവർ ആ ഡേറ്റ ആപ്ലിക്കേഷൻ സർവറിലോട്ട് റിട്ടേൺ ചെയ്യും.
എന്നിട്ട് ആ ഡാറ്റ ക്ലയൻറ്റിലോട്ട് റിട്ടേൺ ചെയ്യും. ഇവിടെ ക്ലയൻറ്റ് പ്രസൻറ്റേഷൻ ലെയറാണ്, ആപ്ലിക്കേഷൻ ലെയറാണ്, ഡാറ്റാബേസ് സർവർ ഡാറ്റ ലെയറാണ്. ഇവിടുത്തെ ക്ലയൻറ്റും സെർവറും നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ സെർവറിനോട് റിസോഴ്സ് റിക്വസ്റ്റ് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ സെർവർ റെസ്പോൺസ് റിട്ടേൺ ചെയ്യുന്നു. ഇത്രയും ഒരു പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രൗസറാണെന്ന് വിചാരിച്ചോ. അന്നേരം ബ്രൗസറാണ് ഇവിടുത്തെ ക്ലയൻറ്റ്, ആപ്ലിക്കേഷൻ സെർവറാണ് ഇവിടുത്തെ സെർവർ. ഇനി ഈ ഒരു കേസ് നോക്കാം. ഇവിടെ ആപ്ലിക്കേഷൻ സെർവർ ഡാറ്റാബേസ് സെർവറിനോട് റിസോഴ്സ് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഡാറ്റാബേസ് സെർവർ ആ റിസോഴ്സ് റിട്ടേൺ ചെയ്യുകയാണ്. അന്നേരം ഇത്രയും പാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സെർവർ അവിടെ ക്ലയൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്തു, ഡാറ്റാബേസ് സെർവറായിട്ടും. ക്ലയൻറ്റ് ആൻഡ് സെർവർ റിലേറ്റീവ് കൺസെപ്റ്റ്സ് ആണ്. ബേസ്ഡ് ഓൺ സിറ്റുവേഷൻ ആയിരിക്കും ഇതിനെ നമ്മൾ പറയുക. ആരാണ് ക്ലയൻറ്റ്, ആരാണ് സെർവർ, അത് സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ ആപ്ലിക്കേഷൻ സെർവറും ഡാറ്റാബേസ് സെർവറുമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ സെർവറാണ് റിസോഴ്സ് റിക്വസ്റ്റ് ചെയ്തത്, ഡാറ്റാബേസ് സെർവർ ആ റിക്വസ്റ്റിനോട് റെസ്പോണ്ട് ചെയ്ത് റിസോഴ്സ് റിട്ടേൺ ചെയ്തു. അതുകൊണ്ട് ആപ്ലിക്കേഷൻ സെർവർ ക്ലയൻ്റ് ആണ്, ഡാറ്റാബേസ് സെർവറും.